ഹായ്, നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നനഞ്ഞു കുളിച്ചു കേട്ടോ. എങ്ങനെയോ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ശരിക്കും ഏതൊക്കെയോ കൂട്ടുകാർ ഞങ്ങളോട് പറഞ്ഞു ഫുൾ ഡേ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇടാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. ശനിയാഴ്ച രാത്രി എല്ലാ പണികളും ചെയ്ത്, അതായത് ഒക്കെ അത്യാവശ്യം പണി കഴിഞ്ഞ് ചെന്ന് എന്നെ മൊത്തം ഒരുവിധമൊക്കെ റെഡി ആയിട്ടായിരുന്നു പ്ലാനിങ്ങോട് കൂടിയാണ് കിടന്നത്. പക്ഷെ അതെല്ലാം താളം തെറ്റിയായിരുന്നു. രാവിലെ തന്നെ കാലത്ത് ഭയങ്കര കാറ്റടിച്ചില്ലേ, ആ കാറ്റടിച്ചതോടുകൂടി നമ്മളെ എല്ലാ പ്ലാനിങ്ങും പോയിട്ടോ. പിന്നെ രാത്രി ഫോണ് കുത്തിയിടാനും മറന്നുപോയി. അങ്ങനെ എന്താ പറയുക, ഫുൾ ഡേ എന്നുള്ളത് ഹാഫ് ഡേ പോലും ഇല്ലാണ്ടായിട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഉള്ള കുറച്ച് വിശേഷങ്ങൾ വെച്ചിട്ട് ഒരു കുഞ്ഞ് വ്ളോഗുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇൻട്രോ പറയാനും മക്കളൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട്, അതായത് വീട്ടിൽ എന്താ പറയുക, കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ. അവിടെ വൈകിട്ട് ചെന്നതിന് ശേഷം അവിടെ കറണ്ട് ഉണ്ട്, ഉള്ള കറണ്ട് വെച്ചൊക്കെ ചാർജ് ചെയ്തു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലെ പുലർച്ചത്തെ വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാരെ. നല്ല അതായത് 4:45 സമയത്ത് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് ഞാൻ എന്താണെങ്കിലും ഒരു വീഡിയോ ഫുൾ ഡേ എടുക്കാം. അപ്പം നേരത്തെ തുടങ്ങിയാലേ പറ്റുള്ളല്ലോ. അത്ര ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയുക, വേഗം പണിയൊക്കെ തീർക്കാമെന്ന് ഓർത്തായിരുന്നു. പക്ഷേ അപ്പോൾ ആ മഴ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 5 മണിയാവാനായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കാറ്റടിച്ചു കേട്ടോ. കാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല ഇത്രയും കാറ്റ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ പോകുമ്പം എന്താ പറയുക, അത്ര കാലത്ത് പോകുന്നുണ്ട് ചേട്ടാ. ഈ രാവിലെ ഞാൻ കാപ്പി വെച്ച് കൊടുക്കുക. അത്ര നേരത്തെ പോകും, 5:30, 5:45, 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകും. അപ്പോൾ അത്ര രാവിലെ ഒന്നും കഴിക്കാൻ വേണ്ട. അപ്പോൾ പിന്നെ മുത്താറി കുടിക്കുക, അത്ര രാവിലെ ആയതുകൊണ്ട് കുടിക്കാൻ താല്പര്യമില്ല. അപ്പോൾ പിന്നെ കാപ്പി വെക്കും. അങ്ങനെ ഞാൻ കാപ്പി സാധാരണ പോലെ വെച്ചു. പിന്നെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് പഠനം തീരെ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണേലും കുറച്ച് നേരം പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇരിക്കാൻ നോക്കിയപ്പം. ഇപ്പോഴൊന്നും കാറ്റില്ല കേട്ടോ. ഇപ്പോഴൊക്കെ ചെറിയ രീതിയിലുള്ള മഴയുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് കാറ്റങ്ങ് തുടങ്ങിയത് കേട്ടോ. ആ കാറ്റുള്ള സമയത്തൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ പിടിക്കാൻ പറ്റൂലെന്ന് അത്രയ്ക്കും ഭീകര അവസ്ഥയായിരുന്നു കേട്ടോ. ജനലും തിണ്ണയിലെ ആസ്പെറ്റോസും നമ്മളെ വീട്ടിലെ ആസ്പെറ്റോസൊക്കെ ഇങ്ങനെ ഇളകുന്ന പോലെ തോന്നുന്നു, അത്രയും കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ആ കാറ്റെല്ലാം കഴിഞ്ഞ് പിന്നെ എന്നിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് മുറ്റത്തിങ്ങനെ പോസ്റ്റും അതുപോലെ പ്ലാവൊക്കെ ഒടിഞ്ഞ് വീണ് കിടക്കുന്ന കാര്യം. പിന്നെയും പോയി അകത്തിരുന്നു കേട്ടോ. അങ്ങനെ ഏതാണ്ട് നേരം വെളുത്തിട്ടുണ്ട് ഇപ്പോഴേ. പിന്നെ പണിക്ക് പോകാൻ ഇറങ്ങി അപ്പോഴാണ് ഇതെല്ലാം കാണുന്നത് കേട്ടോ. അപ്പം ആ സൗണ്ട് കേട്ടപ്പോൾ നമ്മളെ വീടിൻ്റെ ആസ്പെറ്റോസൊക്കെ ഇളകുന്ന സൗണ്ടും കാറ്റടിക്കുമ്പോഴുള്ള സൗണ്ടായിരിക്കും കേട്ടോ വിചാരിച്ചത്. മുറ്റത്തിറങ്ങിയപ്പോഴാണ് ഇതെല്ലാം കാണുന്നത് കേട്ടോ. പിന്നെ എന്താണേലും പണിക്ക് പോകാൻ പറ്റില്ലല്ലോ, പണിക്ക് പോകുന്നില്ല എന്ന് വെച്ചു. അതെല്ലാം ഇവരെല്ലാവരും കൂടെ, നമ്മൾ അടുത്തുള്ളവരെല്ലാവരും കൂടി അതെല്ലാം വെട്ടി മാറ്റിയിട്ട്. അപ്പം ഞാൻ അവരോട് അനുവാദം ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അവർ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ അവരോടൊന്നും അനുവാദം ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാതിരുന്നത്. അവർ ചെയ്യുന്നതൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ KCBയിലേക്കൊക്കെ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി അതെല്ലാം ശരിയാക്കി സൈഡാക്കിയിട്ട് നമുക്ക് വണ്ടി പോകാൻ പറ്റുന്ന രീതിയിലാക്കി. പിന്നെ KCBയിലേക്ക് നമ്മൾ 5:05 ആയപ്പോഴത്തേക്കും നമ്മൾ സുഹൃത്തിനെ വിളിച്ചപ്പം അവർ വേഗം തന്നെ പിന്നെ എന്താ പറയുക, കൂമ്പാറ KCBയിലേക്ക് വിളിച്ചു. അവിടെ നാളൊക്കെ 9 മണിയാവുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ വന്നു കേട്ടോ. വന്നതെല്ലാം തീരുമാനമാക്കി പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, വീഡിയോ പിടിക്കണമെന്നുള്ള ആ ഒരു ഇത് പോയിട്ടോ. അതായത് ഇന്നത്തെ എന്തായാലും പിന്നെ നടക്കില്ല. രാത്രി ഒന്നാമത് ഫോൺ കുത്തിയിടാത്തതുകൊണ്ട് ഫോണിൽ ചാർജും ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ചിട്ട് ഇത് പിടിച്ച് വെക്കാം. അപ്പോൾ പിന്നെ മക്കൾ എന്ത് ചെയ്തു, മക്കൾ അക്ക് കളിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോരം കളിച്ചിട്ടുണ്ടല്ലേ അക്ക്. സ്കൂളിൽ മുറ്റത്തെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഓരോ ഭാഗം ഓരോ സ്ഥലം ഓരോ ടീമിനുള്ളതായിരിക്കും അക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നൊക്കെ അക്ക് കളി ഒരു ഭ്രാന്തായിരുന്നു. അപ്പോൾ ആ ഇഷ്ടം കൊണ്ട് ഞാനും കുറച്ച് നേരം ഞാനും അവരുടെ കൂടെ കളിച്ചു കേട്ടോ. പിന്നെ
എന്താ പറയുക, രാവിലെ അപ്പോൾ കുഞ്ഞിടെ പറയുന്നത് ഇനി ഒന്നും ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞ് ഇടയിൽ പോയിട്ട് ഇഡ്ഡലിയും പൂരിയും പൊറോട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ തൽക്കാലം രാവിലെ അങ്ങനെ കഴിച്ചില്ലായി കേട്ടോ, ഒന്നും ഉണ്ടാക്കാണ്ട് കഴിച്ചില്ലായി. മടിയായിട്ടല്ല, എന്താ പറയുക, കുറച്ചൊക്കെ മടിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടെ വന്നപ്പോൾ നമ്മൾ കുറേ അപ്പുറത്തൊക്കെ പോയി പിന്നെ അതിൻ്റെ എല്ലാം അർത്ഥം അങ്ങനെ ആയിപ്പോയി. അങ്ങനെ സമയം പോയപ്പോൾ പിന്നെ എന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ തോട്ടിൽ അവിടെ നിന്ന് അലക്കണമെങ്കിൽ വെള്ളമില്ല വീട്ടിലപ്പം കറണ്ട് പോയതുകൊണ്ട് പിന്നെ വെള്ളം തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു തോട്ടിൽ പോയി നോക്കിയപ്പോൾ തോട്ടിൽ ഒരു കൊമ്പ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നിട്ട് എന്ത് ചെയ്തു, അത് വെട്ടി മാറ്റി. വലിയ തേക്കിൻ്റെ കൊമ്പായിരുന്നു കേട്ടോ, അല്ലേ ഞങ്ങൾ തന്നെ ചെയ്യും. അപ്പോൾ എന്നിട്ട് അത് വെട്ടി മാറ്റി തരുമെന്ന് ചോദിച്ചപ്പം എന്താണേലും ചെയ്തു തന്നു കേട്ടോ. ഞങ്ങൾ പോയി തോട്ടിൽ പോയി അലക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് സംസാരിക്കുമ്പോൾ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നത്. ആർക്കെങ്കിലും ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അങ്ങനെ എന്താണെങ്കിലും വേണ്ടില്ല. പിന്നെ തോട്ടിൽ പോയി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഇന്ന് ലോങ് വീഡിയോ പിടിക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ ശനിയാഴ്ച രാത്രി തന്നെ എന്ത് ചെയ്തായിരുന്നു, എല്ലാ റൂമെല്ലാം വൃത്തിയാക്കി അടിച്ച് വാരി തുടച്ചു എല്ലാം വൃത്തിയാക്കി ഞങ്ങൾ പിന്നെ കുഞ്ഞു പോയിട്ട് ഉപ്പ് മാറ്റിക്കോട്ടോ. ആദി കുഞ്ഞിനൊരു നിക്കറും പെനയും ഇട്ട് കൊടുക്കണേ കേട്ടോ. എടാ കൊണ്ടായ തുണികളൊക്കെ വിരിച്ചിട്ടോ. അലക്കാനുള്ള അങ്ങോട്ട് താ. ബാക്കിയുള്ള അമ്മ വിരിച്ചിട്ടോളാം. ചേട്ടൻ്റെ കഴിഞ്ഞില്ലേ? ഇത്ര നേരം തോട്ട് ചാടിയിട്ട് കണ്ണൊക്കെ കാണിച്ച് അങ്ങോട്ട് എനിക്ക് ആവില്ല. ഇങ്ങോട്ട് താ, കൈ താ. വേണ്ട ഇങ്ങ് തന്നാൽ മതി, കൈ തന്നാൽ മതി. പൊയ്ക്കോളിട്ടോ. ഈ സോപ്പ് പൊടീൻ്റെ ബക്കറ്റ് കൊണ്ടുപോയിക്കോ. അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ട് രാത്രിയിൽ ഒരു ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഒരു ഇത് പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും പണികളെല്ലാം കഴിഞ്ഞാണല്ലോ. അപ്പോൾ രാവിലെ പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പുറത്തെ കുറച്ച് പണികളും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അതെല്ലാം അവിടെ ക്യാൻസലായില്ലേ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തായിരുന്നു അറിയോ, തുണികളെല്ലാം അവരഴിച്ചിട്ടതും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ചതും മറന്നതൊക്കെ ആയിട്ടുള്ള എല്ലാ തുണികളും ഞാൻ എടുത്ത് രാത്രി തന്നെ അലക്കാനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം കൊണ്ട് ഒരു 3 ബക്കറ്റ് തുണി ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് അലക്കി തിരിച്ച് വീട്ടിൽ വന്നതെല്ലാം വൃത്തിയാക്കി. നമ്മളിപ്പോൾ ഏതാണേലും 2-3 ദിവസത്തേക്ക് വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അച്ഛനും അമ്മയും കുറേ ആയി കർക്കിടക മാസം തുടങ്ങിയപ്പോൾ അല്ലേലും പറയുന്ന കേട്ടോ, വരാൻ പറഞ്ഞാൽ നമുക്ക് വരാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ എന്തെല്ലാം സാധനം, ഒരു വണ്ടിയും 3 മക്കളും ഞാനും ബാഗും സാധനം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അച്ഛനും അമ്മയും കൂടെ കുറേ മരുന്ന്, അതായത് കർക്കിടകത്തിൽ കുടിക്കേണ്ട കുറച്ച് മരുന്നുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്താണേലും പോരാന്ന് വിചാരിച്ചാണല്ലോ എന്ന് ചോദിച്ചിട്ട് ഇന്ന് തന്നെ ആ ദിവസം തന്നെ, അതായത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെ എല്ലാം അടുക്കി പെറുക്കി വെച്ച് കഴുകി ഒഴിവാക്കി കമത്തി പോന്നു. അങ്ങനെ വീട്ടിലെത്തിയതാണ് കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം അധികം ഒന്നും പിടിക്കാൻ പറ്റിയില്ല, കാരണം ചാർജ് അത്ര ഇല്ലായിരുന്നു. പിന്നെ വൈകിട്ട് വീട്ടിൽ കറണ്ട് വന്നതിന് ശേഷം രാത്രിക്ക് ഞാൻ കുറച്ച് പിടിച്ചതാണ് കേട്ടോ. അത് അമ്മ നാടിക്കഷായം വെച്ചതാണ്. ഒരു കലത്തിൽ നാടിക്കഷായം ഉണ്ട്, ഒരു കലത്തിൽ ഉലുവാക്കഞ്ഞി വെച്ചിട്ടുണ്ട്, ഇതാ ആടിൻ്റെ ഊര കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഉലുവക്കഞ്ഞി രാത്രി അമ്മ വെച്ച് വെക്കും. അമ്മ വെക്കുന്നതാണ് കേട്ടോ എനിക്ക് നല്ല രസം, ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും രുചിയാണ് കേട്ടോ. അമ്മ ഉലുവേന്ന് അവരെന്നെല്ലാം എല്ലാം കലത്തിൽ വേവിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആണ് കേട്ടോ ഉണ്ടാക്കുക. എനിക്ക് കാലത്തിൻ്റെ സൗകര്യം, അടുപ്പിൻ്റെ സൗകര്യം കുറവായതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. നമ്മൾ അടുപ്പത്ത് കലമൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ അമ്മ കഷായവും അതുപോലെ സൂപ്പും എല്ലാം ആക്കിയിട്ടാണ് അമ്മ വിളിക്കുന്നത് കേട്ടോ. അമ്മ ഇന്നലെ പണി കഴിഞ്ഞ് വന്നിട്ട്, അതായത് ഇന്നലെ മീൻസ് ശനിയാഴ്ച പണി കഴിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം തന്നെ അമ്മ ആക്കിയിട്ടുണ്ട്. പിന്നെ ആടിൻ്റെ ഊരയും സൂപ്പൊക്കെ ആക്കി വെച്ചിട്ട് ഞായറാഴ്ച രാവിലെ തൊട്ട് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിളിക്കുന്നത്. അങ്ങനെ ഞായറാഴ്ച വൈകിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇനി എന്താണെങ്കിലും 2-3 ദിവസം വീട്ടിൽ നിന്നേ പറ്റൂ, അല്ലാതെ അമ്മ പറഞ്ഞ് പോകാൻ പറ്റൂല. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെ 2-3 ദിവസം ഇനി സുഖമാണ് കേട്ടോ. അമ്മമ്മയുണ്ട്, കുടുവിൻ്റെ കാര്യത്തിലാണെങ്കിലും അമ്മച്ചനുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും വേണ്ടില്ല ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ കൂടഞ്ഞി വീട്ടിൽ കറണ്ട് റെഡി ആയിട്ടില്ല. അവിടെ പോസ്റ്റ് അവർ കുഴിച്ചിടണം. പോസ്റ്റ് 2 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ വെക്കുമായിരിക്കും, അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒറ്റയ്ക്കാണ്.
അപ്പം ഞങ്ങൾ പോരുന്നോടെ വരെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ അപ്പോൾ അവിടെ പോയി നിന്ന് മരുന്ന് കുടിക്കണത്, ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് കുടിച്ചുകൂടെ, അങ്ങനെയാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചിരിച്ച് തള്ളി സോപ്പിട്ടൊക്കെ ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. എന്നിട്ട് പോരാൻ നേരത്ത് പറയുന്നുണ്ട്, വരുമ്പം കാണാം, ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഞാൻ വരുമ്പോൾ അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളിത് എത്ര കേട്ടതാ അല്ലേ. എന്തായാലും അങ്ങനെ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങളും. അപ്പം മോനൂസ് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, മോനൂസ് പോരുന്നില്ല പോലും. അവൻ പറയും ഞാനിവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോയിക്കോളി, ഞാനിവിടെ നിന്ന് സ്കൂളിൽ പോയിക്കോളാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഉലുവാക്കഞ്ഞി ആയോ എന്ന് ഞാൻ ഇടയ്ക്ക് വന്ന് കോരി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് എനിക്ക് തോന്നിയത് ഒരു ലൈവ് ഇടാന്ന് കേട്ടോ. അങ്ങനെ ഞാനിന്ന് പോയി ലൈവൊക്കെ ഇട്ട് വന്നു. ലൈവ് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നിയിട്ടോ. ഞാനോർത്ത് എല്ലാവരും എൻ്റെ നോട്ടിഫിക്കേഷനൊന്നും ആർക്കും വരില്ലേ, ആരും ഉണ്ടാവില്ലേ എന്നൊക്കെ. പക്ഷേ എല്ലാ കൂട്ടുകാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് അറിയുന്നതിൽ എല്ലാവരോടും ഒരുപാട് താങ്ക് യു. ലൈക്ക് തരുന്നതിനും കമൻറ്റ് തരുന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ലക്ഷ്യത്തിലെത്താൻ വലിയൊരു ആഗ്രഹമുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി താങ്ക് യു.